കുലുമാല സിനിമയൊക്കെ ഞാൻ വെച്ചൊരു ആഡ് ഡയറക്ടറെ പടത്തിൽ അഭിനയിക്കുകയാണ്. അപ്പോൾ മിക്കവാറും ഞാൻ നന്നായിരിക്കും അങ്ങനെ പിന്നണി ഗായകനാകാൻ സാധിച്ചു. ഒരു 10-25 വർഷത്തിന് മുമ്പ് ഞാൻ ഫ്ലൈറ്റിൽ വെച്ചിട്ട് BKP കണ്ടു പരിചയപ്പെട്ടു. ആ കാലത്ത് തന്നെ ഒരു 200ഓളം ആഡ് ചെയ്ത ഡയറക്ടർ. ഇനി എനിക്ക് സ്വാഗതം ചെയ്യാനുള്ളത് ഒരു ഡൈനാമിക് പേഴ്സണാലിറ്റിയാണ്. മലയാള സിനിമയിൽ ഇദ്ദേഹം കൈവയ്ക്കാത്ത മേഖലകളില്ല. ദി ആക്ടർ, ദ പ്രൊഡ്യൂസർ മണിയൻ പിള്ള രാജു സാറിന് വളരെ ബഹുമാന പുരസ്സരം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സോ പ്ലീസ് കം ഫോർവേഡ്. സാറിൻ്റെ ഇന്റർവ്യൂ കാത്തിരുന്ന് എടുക്കാൻ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോഴാണ് കാണുന്നത്. 2 വാക്ക് നമ്മുടെ ഓഡിയൻസിനോട് പ്ലീസ്. സദസ്സിലിരിക്കുന്ന ഗുരുതുല്യരായ പ്രിയപ്പെട്ടവരെ, എന്നെ ഞാനാക്കി റൂമിൽ എത്തിച്ച ഒരുപാട് പേര് ഇരിപ്പുണ്ട്. പേരെടുത്ത് പറഞ്ഞ ആരെങ്കിലും പേര് വിട്ടുപോയാലെന്ന് വെച്ചാൽ അതങ്ങ് മനഃപൂർവ്വം ഒഴിവാക്കുകയാണ്. ഒരു 10-25 വർഷത്തിന് മുമ്പ് ഞാൻ ഫ്ലൈറ്റിൽ വെച്ചിട്ട് BKP കണ്ടു പരിചയപ്പെട്ടു. ആ കാലത്ത് തന്നെ ഒരു 200ഓളം ആഡ് ചെയ്ത ഡയറക്ടറാണ്. ഞാൻ അങ്ങനെ ഡാൻസ് ചോദിച്ചു നടക്കുന്ന ആളല്ലായിരുന്നു ആ കാലത്ത്. എന്നാലും ഞാൻ അദ്ദേഹത്തിന് ചോദിച്ചു, ഇന്ന് ഒരുപാട് പരസ്യത്വം കിടക്കുന്നില്ലേ, ചാണകം കാലിത്തീറ്റ എന്തെങ്കിലും ഒന്ന് എന്നെ വിളിച്ചൂടെ, ചാണകം വാരി തെങ്ങിനിട്ടാൽ നല്ലത്, എന്തെങ്കിലും എടുത്തു എൻ്റെ തോളിലിട്ടിട്ട് അതൊക്കെ ഒരു സമയം വരട്ടെ എന്ന് പറഞ്ഞൊരു ഷേഖൻ്റെ ഒന്ന് പോയി. അതെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം എന്നെ ആദ്യമായിട്ട് അത് കഴിഞ്ഞ് കുറച്ച് വർഷം കഴിഞ്ഞു ഗുലുമാല എന്നുള്ള സിനിമയിലിട്ടു. ഗുലുമാല സിനിമയൊക്കെ ഞാൻ വെച്ചൊരു ആഡ് ഡയറക്ടറെ പടത്തിൽ അഭിനയിക്കുകയാണ്. അപ്പോൾ മിക്കവാറും ഞാൻ നന്നായിരിക്കുന്നല്ലോ, ഈ ബിസ്ക്കറ്റ് നല്ല ടേസ്റ്റ് ആണല്ലോ, ഈ പോൺസ് പൗഡർ ഇടുമ്പോൾ ഇങ്ങനെ കൊല്ലം പറയുമെന്ന് ചോദിച്ചു. പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടായില്ല. ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു, ഒരു ആഡ് ഡയറക്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു എന്തെങ്കിലും ഒരാളുടെ സ്പോൺസർ പൈസ വാങ്ങിച്ചിട്ട് കൂടെയാണ് ഒരു ഐറ്റത്തിന് പ്രോമിനൻസ് കാണിക്കുന്നതെല്ലാം ഉണ്ടാവും. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കോമഡി ഫിലിമായിരുന്നു അന്നത്തെ കാലത്ത്. ആ പടം ഹിറ്റ് പാടി. അതിനുശേഷം വളരെ നല്ല വിശേഷമാണ് ഈ സിനിമ ചെയ്യുന്നത്. പാലും പഴവും. നേരത്തെ മീര ജാസ്മിൻ പറഞ്ഞ മാതിരി നമ്മൾ സെറ്റിൽ സമയം പോയത് അറിഞ്ഞില്ല, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇതിനകത്ത് എൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നിഷാ സാരിങ്ങോടെ ഉണ്ട്. നിഷാ സാരിങ് 1-2 പടങ്ങളിൽ എൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എൻ്റെ മകൻ നിരഞ്ജിത് നിഷാ സാരിങ്ങയുടെ മകനായിട്ട് 2 പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു സിനിമയിൽ പോലും ഞങ്ങൾ തമ്മിൽ ഒരു ബെഡ്റൂം സീൻ പോലും ഉണ്ടായിട്ടില്ല. ഇതെങ്ങനെ വിധി എന്ന് പറയുന്നത്, കാര്യങ്ങൾ അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഈ പാലും പഴം എന്നുള്ളതിനെ കുറിച്ച് പറയുമ്പം അധികം പറഞ്ഞ എൻ്റെ രസം കളയുന്നില്ല. പക്ഷേ ഈ പറഞ്ഞൊരു പണ്ട് വളരെ പ്രശസ്തനായ നല്ല ഡയറക്ടറാണ് ഭീം സിംഗ് എന്നുള്ള ഡയറക്ടർ. നമ്മുടെ മരിച്ചുപോയ സുകുമാരി ചേച്ചിയുടെ ഹസ്ബൻഡാണ്. ഈ പറഞ്ഞൊരു തമിഴ് കണ്ട ഏറ്റവും വലിയ ഡയറക്ടേഴ്സിൻ്റെ ലിസ്റ്റിൽ ഭീം സിംഗ് സാറും ഉണ്ട്. അപ്പോൾ ഭീം സിംഗ് സാർ എടുക്കുന്ന പടങ്ങൾക്കെല്ലാം പാ എന്നുള്ള പേര് വെച്ചായിരിക്കും സിനിമകളാണ്. പാവമിനിപ്പ്, പാശമലർ, പാതുകാപ്പ്, പാലും പഴവും എല്ലാം പാ വെച്ച് തുടങ്ങുന്ന പടങ്ങൾ എല്ലാം അന്നത്തെ കാലത്ത് അധികം സിനിമകളിലും ശിവാജി ഗണേശൻ സാർ എല്ലാ പടങ്ങളും ഓൾമോസ്റ്റ് സൂപ്പർ ഹിറ്റാണ്. മാത്രമല്ല അന്നത്തെ കാലത്ത് പാലും പഴവും കൈകളിലേന്തി പവിഴവായിൽ പുന്നകിലി പോലെ മയൽ പോൽ നീ വരുവാ, ഈ പാട്ട് പാടാത്ത ആൾക്കാരില്ല കേരളത്തിലും തമിഴ്നാട്ടിലും ഇന്ത്യയിലും. അത്ര സൂപ്പർ ഹിറ്റ് സോങ്ങാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെന്താണ് ഇങ്ങനെ പാലും പഴവും എന്നുള്ള ആ സിനിമയുടെ അല്ലെങ്കിൽ ആ പാട്ടിൻ്റെ ഇൻസ്പിറേഷൻ ആണെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ഇത് അതിൻ്റെ ഒരു സസ്പെൻസ് ഞാൻ പറയുന്നില്ല, അദ്ദേഹം തന്നെ പറയുമായിരിക്കും. അങ്ങനെയാണ് ഈ പടത്തിന് ഈ പേരിട്ടിരിക്കുന്നത്. അപ്പോൾ ഭീം സിംഗിൻ്റെ സാറിൻ്റെ പടങ്ങളൊക്കെ സൂപ്പർ ഹിറ്റായതുമാതിരി പാലും പഴവും സൂപ്പർ ഹിറ്റാവട്ടെ. പ്രൊഡ്യൂസർ ഈ പറഞ്ഞ് ഞാൻ കണ്ട അദ്ദേഹം ശ്രീ ഉണ്ണിത്താൻ അന്ന് വരുമ്പോൾ കാലിൽ പ്ലാസ്റ്റർ ഇട്ടുകൊണ്ട് അധിക സമയം വന്നില്ല. പിന്നെ പ്ലാസ്റ്റർ ഇട്ടുകൊണ്ട് വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഞാൻ പറഞ്ഞു, ഇത് മുമ്പ് തമിഴിൽ ചില പ്രൊഡ്യൂസേഴ്സ് ചെയ്തതാണ്, പൈസ തരാതിരിക്കാൻ വേണ്ടി. അയ്യോ കാല് വയ്യ, ഹോസ്പിറ്റലിൽ പോകണം, അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഇല്ല, നമുക്ക് പൈസ വയ്ക്കാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടില്ല. അതിന് മുമ്പ് ഇങ്ങോട്ട് ഇങ്ങനെയുള്ള സിമ്പതികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഇപ്പം കാലൊക്കെ ശരിയായി. പടം തീർന്നപ്പോഴത്തേക്കും ഇതൊക്കെ അഴിച്ചു കളഞ്ഞു പറ്റുന്നല്ലേ. അപ്പോൾ എല്ലാ വിജയാശംസകളും നേരുന്നുണ്ട്. ഈ പടത്തിൽ വർക്ക് ചെയ്ത എല്ലാവരും, അശ്വൻ, അതിന് എല്ലാവരും നല്ല സഹകരണമായിരുന്നു ഈ പടത്തിൽ. പിന്നെ ഇന്ന് ഏതെങ്കിലും ഒരു പ്രത്യേക ആൾക്കാർ സ്പോൺസർ ചെയ്യണമെന്ന് അറിയില്ല. എല്ലാം മഞ്ഞയായിരിക്കും. എന്തായാലും മഞ്ഞ ഇടാതെ വന്നുകൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് ഡിന്നർ കിട്ടുന്ന കൊള്ളില്ല. ഓക്കെ ആണോ? ചുവപ്പ് നീല അതില്ലേ? വ്യത്യാസമില്ല. ഓക്കെ, ചിലരൊക്കെ അറിഞ്ഞത് മഞ്ഞയായി കിട്ടണ്ടെന്ന്. ഓക്കെ, താങ്ക് യു സോ മച്ച്. Thank you, sir. Thank you so much. So, whenever this man comes on the stage, our whole endeavor, our environment, mottham angote
ലിറ്റപ്പ് ആകുന്ന പോലെയാണ്. സോ ഓൾവേസ് പ്ലഷർ ഹാവിങ് യു. ഇനി അടുത്തതായി ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ഇതേപോലെ തന്നെയുള്ള മറ്റൊരു വെറ്ററൻ ആക്ടറെയാണ്. അദ്ദേഹത്തിന് ഒരു സ്പെഷ്യൽ ഇൻട്രൊഡക്ഷൻ എനിക്ക് കൊടുക്കാനുണ്ട്, പക്ഷെ ആ ഇൻട്രൊഡക്ഷൻ ഞാൻ തൽക്കാലം ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല. കുറച്ച് സമയം കഴിഞ്ഞിട്ട് ആ ഒരു ഇൻട്രൊഡക്ഷൻ വെച്ച് ഇദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നതായിരിക്കും. എന്തായാലും അശോകൻ സാറിനെയാണ് ഇപ്പോൾ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ പോകുന്നത്. ഇപ്പം എല്ലാവരും ഓർക്കുന്നുണ്ടാകും എന്താണ് മീനാക്ഷി മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു സ്പെഷ്യൽ അദ്ദേഹത്തിന് കൊടുക്കാനുള്ള ഒരു ഇൻട്രോ എന്ന്. സാർ അത് ഒരു സസ്പെൻസ് ആക്കി കുറച്ച് നേരം കഴിഞ്ഞ് വെക്കാം അല്ലേ? 2 വാക്ക് നമ്മുടെ ഓഡിയൻസിനോട് സംസാരിക്കാം. പ്രിയമുള്ള സുഹൃത്തുക്കളെ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാനപ്പെട്ടവരെ, ഗുരുതുല്യരെ, പാലുമ്പഴു എന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ വളരെ എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് എനിക്കുണ്ടായത്. വളരെ കാലം അതിപ്പം ഇവിടെ സസ്പെൻസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ തന്നെ ഇവിടെ പറയാം. അപ്പം പറഞ്ഞൂടെ? അല്ല, വളരെ സിനിമയിൽ വരുമ്പോഴും അതിനു മുമ്പും ഒരു പാട്ട് സിനിമയിൽ പാടണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അത് ഇതുവരെ സാധിച്ചിരുന്നില്ല. ഈ പടത്തിൽ അങ്ങനെ ഒരു വലിയൊരു ലോട്ടറി, എന്നെ സംബന്ധിച്ചൊരു ലോട്ടറിയാണ്. അങ്ങനെ ഒരു പിന്നണി ഗായകനാകാൻ സാധിച്ചു എന്നൊരു വളരെ സന്തോഷകരമായ കാര്യമാണ് ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പിന്നെ അതിന് കാരണക്കാരൻ തീർച്ചയായിട്ടും ഇതിൻ്റെ സംവിധായകൻ ശ്രീ വി കെ പ്രകാശും അതിൻ്റെ നിർമ്മാതാവ് വിനോദവുമാണ്. പിന്നെ വേറെ പ്രത്യേകമായിട്ട് എനിക്ക് പറയാനുള്ളത്, വി കെ പ്രകാശിൻ്റെ ഒരുപാട് സിനിമ ഞാൻ അഭിനയിച്ചു. ഒരുപക്ഷെ എൻ്റെ ഗുരുനാഥനായ പത്മരാജന് ശേഷം ഏറ്റവും കൂടുതൽ അഭിനയിച്ച ഒരു ഡയറക്ടർ വി കെ പ്രകാശാണെന്ന് തന്നെ നിശ്ചയമായിട്ടും എനിക്ക് പറയാൻ സാധിക്കും. വി കെ പ്രകാശിൻ്റെ ഓരോ സിനിമകളും വളരെ ഒരു ആക്ടറെ സംബന്ധിച്ച് വളരെ എൻജോയ് ചെയ്ത് അഭിനയിക്കാവുന്ന സിനിമകളും ഒക്കെയാണ്. വളരെ എൻകറേജ്മെൻറ്റ് തരുന്ന ഒരു ഡയറക്ടറാണ്. അപ്പം നമുക്കറിയാം ഓരോ സിനിമയും വിഭിന്നമാണ്, വി കെ പിയുടെ ഓരോ പടങ്ങളും വിഭിന്നമാണ്. ഈ സിനിമയിൽ അങ്ങനെ വളരെ സന്തോഷത്തോടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ലോട്ടറിയും എനിക്കൊപ്പം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ വളരെ പ്രത്യേകതയുള്ള സിനിമയായിരിക്കും. ഇതും വളരെ പ്രത്യേകതയുള്ള സിനിമയായിരിക്കും. പിന്നെ എൻ്റെ കളക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കിപ്പോഴൊന്നും പറയാൻ സാധിക്കത്തില്ല. പടം നന്നായിരിക്കും എന്നുള്ള വിശ്വാസമുണ്ട്. അതുകൊണ്ട് തിയേറ്ററിലും ഈ സിനിമ നന്നായി കളക്ട് ചെയ്യുമെന്നും എനിക്കൊരു വിശ്വാസമുണ്ട്. എനിവേ വളരെ 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 സന്തോഷകരമായൊരു ചടങ്ങിൽ വളരെ ഒരു ഉത്സാഹം തോന്നുന്നുണ്ട്. എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വീണ്ടും പാട്ടിലേക്ക് നമുക്ക് കേൾക്കാം.